ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. കണ്ണൂരിൽ വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം നടക്കുന്ന വ്യത്യസ്തമായ തീർച്ചയായിട്ടും കാണേണ്ട ദൃശ്യവിസ്മയ തെയ്യങ്ങളിലൊന്നായ അഗ്നികണ്ഠാകർണനെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭൈരവ മന്ത്രമൂർത്തികൾ എന്നറിയപ്പെടുന്ന ദേവതാ സങ്കല്പങ്ങളിൽ പ്രധാനിയാണ് ശിവചൈതന്യമായ അഗ്നികണ്ഠാകർണൻ അഥവാ കണ്ഠാകർണൻ. ആ തെയ്യത്തിന് മുന്നേ നടക്കുന്ന അനുഷ്ഠാനായ തോറ്റമാണ് ഈ കാണുന്നത്. ഇതിൽ കുരുതിയൊക്കെ ഉണ്ട്. വലിയൊരു എട്ടുകെട്ട് തറവാടിന്റെ ഭാഗത്തുള്ള കാവിലാണ് ഈ തോറ്റം നടന്നത്. എല്ലാ തെയ്യങ്ങൾക്കും മുന്നും വെള്ളാട്ടം തോറ്റുണ്ടാവും. അതിന്റെ അനുഷ്ഠാനങ്ങൾ പറയുന്ന ചില തോറ്റങ്ങൾക്കാണെങ്കിൽ ഒരു സംഗീതമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ചില തെയ്യങ്ങൾക്ക് വെള്ളാട്ടം എന്നാണ് അതിന് പറയുക, ചില തെയ്യങ്ങൾക്ക് തോറ്റം എന്നാണ് പറയുക. കണ്ഠാകർണന്റെ തോറ്റമാണ് നമ്മൾ ഈ കാണുന്നത്. ആ തറവാടിന്റെ ഒരു അറ്റത്ത് ഭാഗത്ത് ഈ കാവിലാണിത് നടക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ആദ്യത്തെ വിഷ്വൽസിൽ കാണിച്ച ആ തെയ്യം പുറപ്പെടുന്നത്. ആ തെയ്യം പുലർച്ചെ 5:30ക്കാണ് വന്നത്. ഈ തോറ്റം എന്ന് പറയുന്നത് രാത്രി 12:30ക്ക്, അതായത് പുലർച്ചെ എന്ന് പറയാം. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് തെയ്യം തുടങ്ങിയത്. പിന്നെ ഇതിന്റെ ഐതിഹ്യം പറയുകയാണെങ്കിൽ 3 ലോകങ്ങളിലും നാശങ്ങൾ സൃഷ്ടിച്ച ദാരികാസുരനെ ഭദ്രകാളി വധിച്ചപ്പോൾ പ്രതികാരദാഹിയായ ദാരികാപത്നി, അദ്ദേഹത്തിന്റെ പത്നി മനോദരി, അനുഗ്രഹത്തിനായിട്ട് പരമശിവനെ തപസ് ചെയ്തു. ആദ്യം മടി കാണിച്ചെങ്കിലും പാർവതിയുടെ നിർബന്ധ പ്രകാരം ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. തന്റെ ശരീരത്തിലെ വിയർപ്പ് തുള്ളികൾ നൽകിക്കൊണ്ട് ഇത് ആരുടെ മേൽ തളിക്കുന്നുവോ അവർ നിനക്ക് വേണ്ടതെല്ലാം തരുമെന്നാണ് ശിവൻ വരം നൽകിയത്. അങ്ങനെ ശിവൻ വിയർപ്പ് തുള്ളികൾ നൽകാണ് ആ ദാരിക പത്നിക്ക്. അപ്പൊ ആ സമയത്തായിരുന്നു ദാരികന്റെ ശിരസ്സുമായിട്ട് ഭദ്രകാളി വന്നത്. കോപം പൂണ്ടിരിക്കുന്ന ദാരികാപത്നി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ശിവൻ നൽകിയ വിയർപ്പ് തുള്ളികൾ മനോദരി ഭദ്രകാളിയുടെ ശരീരത്തിൽ തളിച്ചു. അങ്ങനെ ശരീരമാകെ വസൂരി പൊങ്ങിയ കാളി തളർന്ന അവശയായി. ഇതറിഞ്ഞ് കോപാകുലനായ ശിവൻ കണ്ഠാകർണനെ സൃഷ്ടിച്ചു. ഇതാണ് പുലർച്ചെ തെയ്യത്തിന് പുറപ്പെട്ടു വരാണ്. നമ്മൾ ആ കണ്ട കാവിൽ നിന്ന് തെയ്യം ഇങ്ങനെ പുറപ്പെട്ടു വരാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ഠാകർണനെ സൃഷ്ടിച്ചു. ശിവൻ കണ്ഠത്തിൽ നിന്ന് ജന്മമെടുത്ത് ചെവിയിലൂടെ പുറത്തു വന്നതുകൊണ്ടാണത്രേ ഈ ദേവന് കണ്ഠാകർണൻ എന്ന പേര് വന്നത്. ഭദ്രകാളിയുടെ വസൂരി കാൽപാദം മുതൽ നക്കി തുടച്ച് കണ്ഠാകർണൻ ഇല്ലാതാക്കി. മുഖത്തെ കുരുക്കൾ ഇല്ലാതാകാൻ തുടങ്ങിയപ്പോൾ സഹോദരനായതുകൊണ്ട് അത് പാടില്ലെന്ന് പറഞ്ഞ ഭദ്രകാളി വിലക്കി. അത് ദേവിയുടെ മുഖത്തിനൊരു അലങ്കാരമായിട്ട് അവിടെ കിടന്നു എന്നാണ്. അങ്ങനെ രോഗം മാറിയ ഭദ്രകാളി ഈ സഹോദരനെ കൊണ്ട് മനോദരിയെ പിടിച്ചുകൊണ്ടുവന്ന് അവളുടെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് വസൂരിമാല എന്ന പേര് നൽകി തന്റെ അടിമയാക്കി മാറ്റുന്നതാണ് ഐതിഹ്യം കേട്ടോ. അപ്പൊ ആ രോഗം നൽകുന്ന വസൂരിമാലയുടെ തെയ്യം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു തറവാട്ടില്. പിന്നെ തുടർന്ന് ഭൂമിയിലോട്ട് ശിവൻ അങ്ങനെ കണ്ഠാകർണനെ അയച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത്. പ്രസാദമായ മഞ്ഞൾപ്പൊടിയിലും കുരുമുളക് പൊടിയിലും ഒക്കെ തൃപ്തിയാകാതെ വന്ന കണ്ഠാകർണന് ശിവൻ വായിൽ അഗ്നിയും 2000 കൈകളും 3000 തൃക്കണ്ണും, ഇടത്തെ കണ്ണില് പന്തവും മണിയും, വലത്തെ കൈയിൽ ചൂട്ടും, അരയിൽ 16 പന്തവും 101 കോൽത്തിരിയും ഒക്കെ കൊടുക്കുന്നു.
അന്ന് ഭൂമിയിലെത്തിയ കണ്ടാകർണനെ അന്ന് കാശി രാജ്യം ഭരിച്ച രാജാവ് കണ്ടിട്ട് ഗൗനിക്കാതെ പോയപ്പോൾ രാജാവിന് വസൂരി പിടിപെട്ടു. പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടാകർണൻ കോപമാണെന്ന് മനസ്സിലായ രാജാവ് ക്ഷേത്രം നിർമ്മിച്ച് അതിൽ കുടിയിരുത്തുന്നു. അന്ന് ഭൂമിയിലെത്തിയ കണ്ടാകർണനെ ഭഗവതി ക്ഷേത്രങ്ങളിലും കളരി പരമ്പര ദൈവങ്ങൾക്കൊപ്പം തറവാടുകളിലൊക്കെ ഉപാസനമൂർത്തിയായും പ്രത്യേക താന്ത്രിക അനുഷ്ഠാനങ്ങളോടെ തെയ്യക്കോലമായിട്ട് ഇന്ന് കെട്ടിയാടി വരുന്നു. അതാണ് ഈ തെയ്യത്തിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കേട്ടോ. അസുരവാദ്യങ്ങളുടെ അകമ്പടിയോടെ ആണ് ഈ തെയ്യം പുറപ്പെടുന്നത് നമ്മൾ കണ്ടത്. കയ്യിലും മേത്തൊക്കെ അഗ്നി, പിന്നെ അരയിലെ തീപ്പന്തങ്ങള്, പിന്നെ മുഖത്ത് കരിന്താടി, പൊയ്ക്കണ്ണ്, കയ്യിലെ ആയുധങ്ങള്. ഭൂതപ്രേത പിശാചുക്കളുടെ ബാധ തങ്ങളിൽ പ്രവേശിച്ചു എന്ന് വിശ്വസിക്കുന്ന ഭക്തർ അഗ്നികണ്ഠകർണന്റെ മന്ത്ര ഭസ്മം പ്രസാദമായിട്ട് സ്വീകരിക്കുന്നു. പിന്നെ കണ്ണിന് ചുറ്റും കറുപ്പിലുള്ള വെള്ള കുത്തുകൾ വസൂരിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ആ ഐതിഹ്യം പറഞ്ഞല്ലോ. രോഗങ്ങൾ ദൈവകോപമാണെന്നൊരു സങ്കല്പം പണ്ടുണ്ടായിരുന്നു. അപ്പൊ തെയ്യാട്ടത്തിൽ രോഗദേവതകളെയും കാണാം, രോഗം വിതയ്ക്കുന്നവരെയും കാണാം. രോഗശമനം വരുത്തുന്ന അങ്ങനെ 2 തരം തെയ്യങ്ങളുണ്ട്, രോഗം തരുന്നതും രോഗശമനത്തിനും. വസൂരിമാല രോഗം ഉണ്ടാക്കുന്ന തെയ്യാണെങ്കിൽ, എന്നാൽ കണ്ഠകർണൻ രോഗശമനം ഉണ്ടാക്കുന്നു എന്നാണ് വിശ്വാസം. കാഴ്ചക്കാർക്ക് കൗതുകവും ആകാംക്ഷയൊക്കെ നൽകിയ ഈ തെയ്യം ഞാൻ കണ്ടത് കണ്ണൂർ എയർപോർട്ട് റോഡിനും മട്ടന്നൂരിനൊക്കെ അടുത്തുള്ള കൂടാളിയിലെ പ്രശസ്തമായ താഴത്ത് വീട്ട് തറവാട്ടിലാണ്. 8 കെട്ട് വീടോടെ ചില്ലുമാളികയൊക്കെ ആയിട്ട് പ്രൗഢിയോടെ നിൽക്കുന്ന വിശാലമായ ഒരു തറവാടിൻ്റെ ഉള്ളിലാണ്. ആ തറവാടിനെ പറ്റിയും ഇവിടെ അന്ന് നടന്ന കൗതുകരമായ ഒരുപാട് തെയ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ തെയ്യങ്ങളുടെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത്തരം വീഡിയോ ഇഷ്ടമുള്ള സുഹൃത്തിന് ഷെയർ ചെയ്യുക. വീഡിയോ അപ്ഡേറ്റിനായിട്ട് ബെല്ലൈക്കൺ ബട്ടൺ അമർത്തുക. ശുഭദിനം. സർവേശ്വരുണ്ടാവും കേട്ടോ. ദോഷപ്രാർത്ഥികളും മാറ്റി വിജയപ്രാർത്ഥികൾ കൊണ്ടുവച്ചു ഇവിടെ കൈയെടുക്കുന്ന ആണെങ്കിലും കൈയെടുത്ത് വന്നു
എന്നോട് ബലം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ ആ എണ്ണകളിലും പൂർണ്ണമായിട്ട് മണ്ണാരത്തിൽ കളിച്ചിട്ടുണ്ടോ അവരെ അങ്ങനെയല്ലേ അതിലൊരു യുദ്ധമായിരിക്കുന്ന ആളുകളുടെ പ്രയത്നങ്ങളുണ്ടല്ലോ അവർക്കുള്ള ഒരു